നമസ്തേ, എല്ലാവർക്കും വേദപുഷ്പത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ 65-ാമത്തെ മന്ത്രം പഠിക്കാൻ പോവുകയാണ്. ഋഷി പരമേഷ്ടി പ്രജാപതിർവാ ദേവാഹ, മാറ്റൊന്നുമില്ല. ഛന്ദസ് ധൃതിഹി ഛന്ദസ്സാണ്. ദേവത രുദ്ര. സ്വര ഋഷഭ സ്വര, ഋഷഭയാണ് സ്വര. ഇപ്പൊ പരമേഷ്ടി പ്രജാപതിർവാ ദേവാഹ ഋഷി, ധൃതിഹി ഛന്ദഃ, രുദ്രാഹ ദേവത, ഋഷഭ സ്വര. ഇനി നമുക്ക് ഈ മന്ത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം, നോക്കാം. ഓം നമോസ്തു രുദ്രേഭ്യോ യന്തരിക്ഷേ യേഷാം വാദൈഷവഃ തേഭ്യോ ദശ പ്രാചിർദശ ദക്ഷിണാദശ പ്രതീചിർദശോദീചിർദശോർധ്വാഃ തേഭ്യോ നമോസ്തു തേനോ വന്തു തേനോ മൃഡയന്തു തേയം ദുഷ്മോ യശ്ചനോ ദ്വേഷ്ടിതമേഷാം ജംഭേ ദദ്മഃ. ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം. അല്പം ദീർഘമായ ഒരു മന്ത്രമാണ്, നമുക്കൊന്നും കൂടി ചൊല്ലി നോക്കാം. ഓം നമോസ്തു രുദ്രേഭ്യോ യന്തരിക്ഷേ യേഷാം വാദൈഷവഃ തേഭ്യോ ദശ പ്രാചിർദശ ദക്ഷിണാദശ പ്രതീചിർദശോദീചിർദശോർധ്വാഃ തേഭ്യോ നമോസ്തു തേനോ വന്തു തേനോ മൃഡയന്തു തേയം ദുഷ്മോ യശ്ചനോ ദ്വേഷ്ടിതമേഷാം ജംഭേ ദദ്മഃ. ഓം നമോസ്തു രുദ്രേഭ്യോ യന്തരിക്ഷേ യേഷാം വാദൈഷവഃ തേഭ്യോ ദശ പ്രാചിർദശ ദക്ഷിണാദശ പ്രതീചിർദശോദീചിർദശോർധ്വാഃ തേഭ്യോ നമോസ്തു തേനോ വന്തു തേനോ മൃഡയന്തു തേയം ദുഷ്മോ യശ്ചനോ ദ്വേഷ്ടിതമേഷാം ജംഭേ ദദ്മഃ. എന്താ അതിനർത്ഥം നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ആരെല്ലാമാണോ അന്തരിക്ഷേ അന്തരീക്ഷത്തിൽ ആധിപത്യത്തോടെ വർത്തിക്കുന്നത്. അന്തരീക്ഷത്തിൽ ആധിപത്യത്തോടെ വർത്തിക്കുന്നത്. യേഷാം ആരുടെയെല്ലാമാണോ ഈഷവഹ ബാണങ്ങൾ. വാതഹ വായുതുല്യമായുള്ളത്. വാതഹ എന്നാൽ വായുതുല്യമായിരിക്കുന്നത്. ഇഷവഹ ബാണങ്ങൾ. ആ രുദ്രേഭ്യഃ നമഃ അസ്തു. രുദ്രന്മാർക്ക് നമസ്കാരം. രുദ്രേഭ്യഃ നമഃ അസ്തു. രുദ്രന്മാർക്ക് നമസ്കാരം. തേഭ്യ പ്രാചീഹി ദശ. തേഭ്യഃ പ്രാചീഹി ദശ. തേഭ്യഃ പ്രാചീഹി ദശ. അവരിൽ പൂർവദിക്കിൽ ഉള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരിൽ പൂർവദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. തേഭ്യഃ പ്രാചീ ദശഃ. അടുത്തത് എന്താണ്? ദക്ഷിണാഹ ദശ. ദക്ഷിണ ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. ദക്ഷിണ ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. ദക്ഷിണാഹ ദശ. ദക്ഷിണ ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. അടുത്തത് എന്താണ്? പ്രതീചീഹി ദശ. പശ്ചിമ ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രതീചീഹി ദശ എന്ന് പറഞ്ഞാൽ പശ്ചിമ ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. അടുത്തത് എന്താണ്? ഉദീചീഹി ദശ എന്ന് പറഞ്ഞാൽ ഉത്തര ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. ദിശ ശബ്ദത്തിന്റെ അർത്ഥം കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഉത്തര ദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. അടുത്തെന്താണ്? ഊർധ്വാഹാദശ.
ഊർധ്വദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. ഊർധ്വാദശ, ഊർധ്വദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. അടുത്തത് തേഭ്യഃ നമഃ അസ്തു. തേഭ്യഃ നമഃ അസ്തു. അവർക്കേവർക്കും ഞങ്ങളുടെ നമസ്കാരം. അവർക്കേവർക്കും ഞങ്ങളുടെ നമസ്കാരം. തേഭ്യഃ നമഃ അസ്തു. അവർക്കേവർക്കും ഞങ്ങളുടെ നമസ്കാരം. അടുത്തത് എന്താണ്? തേ നഹ അവന്തു. തേ നഹ അവന്തു. തേ നഹ അവന്തു. അവർ ഞങ്ങളെ രക്ഷിക്കട്ടെ. അവർ ഞങ്ങളെ രക്ഷിക്കട്ടെ. അവർ ഞങ്ങളെ രക്ഷിക്കട്ടെ. അടുത്തെന്താണ്? തേ നഹ മൃഡയന്തു. തേ നഹ മൃഡയന്തു. തേ നഹ മൃഡയന്തു. അവർ ഞങ്ങളുടെ ജീവിതത്തെ സുഖപൂർണമാക്കട്ടെ. തേ നഹ മൃഡയന്തു. അവർ ഞങ്ങളുടെ ജീവിതത്തെ സുഖപൂർണമാക്കട്ടെ. അവർ ഞങ്ങളുടെ ജീവിതത്തെ സുഖപൂർണമാക്കട്ടെ. ഞങ്ങൾ യം ദുഷ്മഹ. നേരത്തെ നമ്മൾ അർത്ഥം കഴിഞ്ഞ മന്ത്രത്തിൽ എഴുതിയത് ഓർക്കുന്നുണ്ടാവും. യം ദുഷ്മഹ, ആരെയാണോ ദ്വേഷിക്കുന്നത്, ആരെയാണോ ദ്വേഷിക്കുന്നത്. യം ദുഷ്മഹ എന്ന് പറഞ്ഞാൽ ആരെയാണോ ദ്വേഷിക്കുന്നത്. യഹ ച നഹ ദ്വേഷ്ടി. യഹ ച നഹ ദ്വേഷ്ടി. യഹ ച നഹ ദ്വേഷ്ടി. ആരാണോ ഞങ്ങളെ ദ്വേഷിക്കുന്നത്, ആരാണോ ഞങ്ങളെ ദ്വേഷിക്കുന്നത്. യഹ ച നഹ ദ്വേഷ്ടി. ആരാണോ ഞങ്ങളെ ദ്വേഷിക്കുന്നത്. തം തം ആ ദ്വേഷഭാവത്തെ. തം ആ ദ്വേഷഭാവത്തെ. തം എന്ന് പറഞ്ഞാൽ ആ ദ്വേഷഭാവത്തെ. യേഷാം ഈ അന്തരിക്ഷസ്ഥിതമായ സർവരുദ്രന്മാരുടെയും, ഈ അന്തരിക്ഷസ്ഥിതമായ സർവരുദ്രന്മാരുടെയും, യേഷാം ഈ അന്തരിക്ഷസ്ഥിതരായ സർവരുദ്രന്മാരുടെയും ജംഭേ ദധ്മഹ. ജംഭേ ദധ്മഹ, ന്യായവ്യവസ്ഥയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ന്യായവ്യവസ്ഥയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ന്യായവ്യവസ്ഥയ്ക്ക് മുന്നിൽ സമർപ്പിക്കും. എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത്? ഇതിൻ്റെ ഭാവാർത്ഥം എന്താണ്? ആരെല്ലാമാണോ അന്തരീക്ഷത്തിൽ, ആധ്യാത്മികമായ അർത്ഥത്തിൽ ഹൃദയാന്തരീക്ഷം എന്നെടുക്കാം. രാഷ്ട്രഭരണത്തിലും നമുക്ക് ഇതിന് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളെ 3 കരമുണ്ട്, കരസൈന്യമുണ്ട്, വായുസൈന്യമുണ്ട്, അതുപോലെ തന്നെ ജലസൈന്യമുണ്ട്, അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ അഥവാ ഹൃദയാന്തരീക്ഷത്തിൽ നമുക്കിവിടെ ഇവിടെ ഒരു ആധ്യാത്മികമായ അർത്ഥത്തിലെടുത്താൽ ആധിപത്യത്തോടെ വർത്തിക്കുന്നത് ആരുടെയെല്ലാമാണോ ബാണങ്ങൾ വായു സമാനമായി ഉള്ളത്, അഥവാ ഗതിശീലമായ കർമ്മങ്ങളാകുന്നത്, ആ രുദ്രന്മാർക്ക് നമസ്കാരം. അവരിൽ പൂർവ്വദിക്കിലുള്ളവർക്കായിട്ട് പ്രണാമാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ദക്ഷിണദിക്കിലുള്ളവർക്കാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുന്നു. കൂടാതെ ഉത്തരദിക്കിലുള്ളവർക്കായി പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടാതെ ഊർധ്വദിക്കിലുള്ളവർക്കായും പ്രണാമാഞ്ജലികൾ അർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. അവർ ഞങ്ങളെ രക്ഷിക്കട്ടെ. അവർ ഞങ്ങളെ രക്ഷിക്കട്ടെ. അവർ ഞങ്ങളുടെ ജീവിതത്തെ സുഖപൂർണമാക്കട്ടെ. ആരെ പ്രതിയാണോ ഞങ്ങൾക്കുള്ളിൽ വിദ്വേഷമുള്ളത്, ആർക്കാണോ ഞങ്ങളോട് വിദ്വേഷമുള്ളത്, ആ വിദ്വേഷഭാവത്തെ ഈ അന്തരീക്ഷസ്ഥിതരായ സർവരുദ്രന്മാരുടെയും ന്യായവ്യവസ്ഥയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം.
ഓം നമോസ്തു രുദ്രേഭ്യോ ഏയന്തരിക്ഷേ യേഷാം വാദൈഷവ തേഭ്യോ ദശ പ്രാചിർദശ ദക്ഷിണാദശ പ്രതീജിർദശോദീജിർദശോർധ്വാ തേഭ്യോ നമോസ്തു തേനോ വന്തു തേനോ മൃഡയന്തു തേയം ദുഷ്മോ യശ്ചനോ ദ്വേഷ്ടിതമേഷാം യംഭേദധ്വാ. ഇതാണ് മനോഹരമായ ഈ മന്ത്രത്തിൽ വിശദീകരിക്കുന്നത്. മന്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്നായി പഠിക്കുക, പ്രചരിപ്പിക്കുക, സർവരിലേക്കും വേദമെത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് ഈ ശ്രീരുദ്രത്തിലെ അവസാന മന്ത്രം പഠിക്കാം. എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം.